ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായി പ്രഭാതയാമത്തിൽ പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായൊരു പ്രഭാതത്തെ കാണുവാൻ സർവശക്തനായ ദൈവം കർത്താവ് നമുക്ക് വലിയ കൃപ ചെയ്തതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ മോർണിംഗ് പ്രേയറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2024 ജനുവരി മാസം 12-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ വാഗ്ദത്ത വചനം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകി. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് പറയുന്നു, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആമേൻ. സന്തോഷത്തോടെ ആ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ? ഇന്ന് പകൽ എൻ്റെ ദൈവം എനിക്ക് മറുപടി നൽകും. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക്, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, എൻ്റെ സങ്കടയാചനകൾക്ക്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മടുത്തു പോകാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മറുപടി ലഭിക്കുന്ന ഒരു പകലാണ്, ഒരു പ്രഭാതമാണ് ഈ പകലെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുകയാണ്. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതേ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ കർത്താവിനെ ഒന്ന് വിളിച്ച് അപേക്ഷിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിശ്ചയമായും ഒരു മറുപടി ഉണ്ടാകും. എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ, ദൈവഹിതപ്രകാരമുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ഉണ്ടാകും എന്നതാണ് സത്യം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വാശി പിടിക്കാറുണ്ട്. എനിക്കത് വേണം, ഇത് വേണം, എനിക്കങ്ങനെ വേണം, അത് വേണം, ഇത് വേണം. പല വിധത്തിൽ അവർ വാശി പിടിച്ചു കരയുമ്പോൾ, അവർ ചോദിക്കുന്ന കാര്യം ന്യായമായതാണ് എങ്കിൽ, അത് അവർക്ക് ഉപകാരമുള്ളതാണ് എങ്കിൽ, പ്രാപ്തിയുള്ള ഒരു പിതാവും അതിന് നോ പറയത്തില്ല. എന്നാൽ അവർ അർഹതയില്ലാത്ത കാര്യങ്ങളാണ്, അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ, ആ പിതാവിൻ്റെ പക്കൽ പ്രാപ്തിയുണ്ടെങ്കിലും ആ പിതാവ് ചെയ്തു കൊടുക്കാറുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക, ദൈവഹിത പ്രകാരമുള്ള നമ്മുടെ 100 പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ മറുപടിയുണ്ട്. നമുക്ക് എത്ര പ്രാർത്ഥനയുണ്ടോ അത്രയും പ്രാർത്ഥനയ്ക്കും മറുപടി നൽകുവാൻ പ്രാപ്തനായൊരുവനെയാണ് നാം ഇന്ന് പ്രഭാതത്തിൽ പിതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നിശ്ചയമായും ഈ പ്രഭാതയാമത്തിൽ കർത്താവ് നിനക്ക് ഉത്തരമരുളുവാൻ ഇടയായി തീരട്ടെ. സങ്കീർത്തനക്കാരൻ 50-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതേ പ്രിയമുള്ളവരെ, ആമേൻ. കഷ്ടകാലത്തിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് ആണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, ആമേൻ, പല കാലങ്ങളുണ്ട്, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ എൻ്റെ സമയം അത്ര നല്ലതല്ല, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പാവുകയാണ്, ആമേൻ, എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു കഷ്ടകാലമാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ, ഒരു മോശം സമയമാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ആമേൻ, വളരെ ശാന്തമായി, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ വിളിച്ചു പറയട്ടെ, കഷ്ടകാലത്ത് കർത്താവ് പറയുകയാ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തി
ശക്തമായി വ്യാപരിക്കുന്ന ഒരു നിമിഷമായി ഈ നിമിഷം മാറുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, വിളിച്ചപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ പകൽ ഒരു വിടുതലിൻ്റെ പകലായി മാറട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലിൻ്റെ പകലായി ഇന്ന് പകൽ മാറട്ടെ. ഒരു വിടുതലിൻ്റെ പകലായി ഇന്ന് പകൽ മാറട്ടെ. ആമേൻ. നിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ വെളിപ്പെടട്ടെ. ആമേൻ. സാമ്പത്തികമായ ബാധ്യതകളുടെ നടുവിൽ ആമേൻ വാക്ക് പാലിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയുകയെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരു വിടുതലിൻ്റെ പകലായി മാറട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ സന്ദർശനം വെളിപ്പെടുന്ന, ദൈവം ഇറങ്ങി വന്ന് കരം പിടിച്ച് പുറത്തെടുക്കുന്ന ഒരു പകലായി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മാറട്ടെ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൃപയുടെ വല്ലഭത്വത്തിൻ്റെ ആ വ്യാപാര ശക്തി യേശുവിൻ്റെ നാമത്തിൽ അതിവിടെ ചലിക്കുകയാണ്. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതെ, ഇന്ന് ദൈവത്തിൽ നിന്നൊരു വിടുതൽ ഏറ്റെടുത്ത് ദൈവമേ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രമെന്ന് പറയുന്ന, എന്നെ വിടുവിച്ച, എന്നെ സൗഖ്യമാക്കിയ, എന്നെ ഉദ്ധരിച്ച, എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത നൽകിയ, സമാധാനം നൽകിയ, ഇന്ന് പകൽ എന്നെ വിടുവിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രമെന്ന് പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ അവസരങ്ങളെ ഒരുക്കുവാനിടയാകട്ടെ. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ആമേൻ, ദൈവം ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പകലായി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിനെ സ്വർഗത്തിലെ ദൈവം മാറ്റുകയാ. അതെ, ഇന്ന് പകൽ നിൻ്റെ ഈ ദൈവപ്രവൃത്തിയുടെ പകലാണ്. ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുന്ന പകലാണ്. ദൈവം കരുതുന്ന പകലാണ്. ദൈവത്തിൻ്റെ ഉയർച്ച വെളിപ്പെടുന്ന പകലാണ്. ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടുന്ന പകലാണ്. ദൈവത്തിൻ്റെ അഭിവൃദ്ധി വെളിപ്പെടുന്ന പകലാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ കപ്പൽ പ്രമാണി ആമേൻ യോനയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവനോട് പറയുകയാണ്, നീ ഉറങ്ങുന്നതെന്താ? എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അതെ, ഹാലലി, കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന യോന, അവൻ്റെ അടുക്കലേക്ക് ആ കപ്പൽ പ്രമാണി കടന്നു വന്നിട്ട് പറയുകയാ, ദൈവത്തിന് സ്തോത്രം, എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഇന്ന് പ്രഭാതത്തിൽ നശിച്ചു പോകേണ്ടതായ, നഷ്ടപ്പെട്ടു പോകേണ്ടതായ ആമേൻ ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. കയറിയ പടക് കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെയുള്ള വലിയ വെല്ലുവിളികൾ നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, ഹാലലുയ, വിളിച്ചപേക്ഷിക്കുക. അവൻ നിന്നെ വിടുവിക്കും. ആഴിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ആമേൻ, ഹല്ലേലൂയ, അവൻ മത്സ്യത്തോട് കൽപ്പിക്കുവാനിടയാകും. മത്സ്യം നിന്നെ എത്തിക്കേണ്ട ഇടത്ത്, എത്തിക്കേണ്ട സമയത്ത് എത്തിക്കുവാനിടയായിത്തീരും. ഈ കാറ്റ് കണ്ട്, ഈ പ്രതികൂലം കണ്ട്, ഈ വെല്ലുവിളി കണ്ട് എൻ്റെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഭാരപ്പെട്ടു പോകേണ്ട. ഇന്ന് പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സൊരുക്കമുണ്ടെങ്കിൽ ആമേൻ, സർവശക്തനായ ദൈവത്തിന് ഉപാധി
ഉപാധികളുണ്ട്, ദൈവത്തിന് സൊല്യൂഷനുകളുണ്ട്, ദൈവത്തിൻ്റെ കരത്തിന് പ്രവർത്തിക്കാൻ ഇനിയും സമയമുണ്ട്, ദൈവത്തിൻ്റെ കരത്തിന് പ്രവർത്തിക്കാൻ ഇനിയും കരുത്തുണ്ട്. അവൻ്റെ കൃപയുടെ കരം യേശുവിൻ നാമത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതയാമത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. സഖരിയാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞവൻ ഇന്ന് നിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ശലോമോൻ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാത്തതും നൽകിക്കൊടുത്ത അതേ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിന്, പത്രോസിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന്, പൗലോസിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയെ ഇന്ന് പകൽ കേൾക്കുവാൻ മനസ്സുണ്ട്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. അവൻ അത്ഭുത മന്ത്രിയായ ദൈവമാണ്. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ പകൽ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ കരുതലുകൾ, ദൈവികമായ നിറവുകൾ, ദൈവികമായ അനുഗ്രഹങ്ങൾ യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തട്ടെ. ആമേൻ. നിശ്ചയമായും ഈ പകൽ ആമേൻ കർത്താവിൽ നിന്ന് നന്മ പ്രാപിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു പകലായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയനാകുന്ന നല്ല പിതാവേ, എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർ കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, വെല്ലുവിളികളുടെ മധ്യത്തിൽ അവരെ സഹായിക്കുവാൻ വേറെ ആരുമില്ല കർത്താവേ. അമ്മ മറന്നാലും, അപ്പൻ മറന്നാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും ഞങ്ങളെ കൈവിടാത്തൊരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ പകലാകട്ടെ. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന പകലാകട്ടെ. ദൈവത്തിൻ്റെ വിടുതൽ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയുവാൻ ഇന്ന് പകൽ കർത്താവേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഞങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയാണ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദൈവം വിടുവിക്കുന്നവനായി, ദൈവം വിടുതലിൻ്റെ ആമേൻ അത്ഭുതവാനായ ദൈവമായി, അത്ഭുത മന്ത്രിയായി ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. ആമേൻ. വിടുതലുകൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ കരുതലുകൾ വെളിപ്പെട്ടു വരട്ടെ. ആക്സിഡൻറ്റുകൾ ഒഴിഞ്ഞു പോകട്ടെ, അനർത്ഥങ്ങൾ വഴിമാറിപ്പോകട്ടെ. അത്ഭുതകരമായ ദൈവിക സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ സംഭവിക്കട്ടെ. ആമേൻ. ചില ഹന്നമാർ കരയുന്നുണ്ട്. അവർക്ക് ചില ശമൂവേൽമാരെ കർത്താവേ അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാ. ശമനീയ ഹതുനിയ രഖമാനിയ സ്വൈധ്വനിയ രഹമാനിയ അർദ്ധുരാധനാ രഗസ്വയന്ധനിയ രബൗധനിയ രഗധനിയ. ആമേൻ. ആമേൻ. ദാവീദിനെ പോലെ തലമുറയ്ക്കു വേണ്ടി ആമേൻ ആമേൻ ചെറുപ്രായമാണല്ലോ എന്ന് പറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് തെറ്റുകൾ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കരയുന്ന ആമേൻ ആമേൻ പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ പകലിൽ ഒരു വലിയ ശാന്തത നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ കരം ചലിക്കട്ടെ. നിന്നെ പിന്തുടരുന്ന പാരമ്പര്യത്തിൻ്റെ ശക്തികളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ഡെലിവറൻസ് കൽപ്പിക്കുകയാണ്. നിന്നെ പിന്തുടർന്നു വരുന്ന പ്രതികൂലത്തിൻ്റെ വ്യാപാര മണ്ഡലങ്ങളുടെ മേൽ ആത്മാവിൽ ജയമെടുക്കുന്ന വിടുതലേറ്റെടുക്കുന്ന ഒരു പകലായി ഇന്ന് പകൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ
മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. ദൈവിക കരുതൽ വെളിപ്പെടണം. ഇന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ സാധിക്കുവാൻ കർത്താവ് ഇടയാക്കണം. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം അരുളണം. സകല മഹത്വവും തിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.